യൂണിഫോമിൽ ഹിജാബ് നിർബന്ധമല്ല. ഓണക്കാലമാണ്. നമ്മൾ എവിടെ നോക്കിയാലും കോളേജുകളുടെ ഓണാഘോഷം കാണാൻ കഴിയും. അവിടെ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ഓണം തകർത്ത് ആഘോഷിക്കുകയാണ്. അതിൽ കുരുപൊട്ടിയ ചില മതമേലധ്യക്ഷന്മാർ പഴയ വിലക്കുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഖുറാനിക വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിരവധി വിലക്കുകൾ അവർ പറഞ്ഞെങ്കിൽ പഴയതുപോലെ ഒന്നും ഏൽക്കുന്നില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വന്നു, അവർക്ക് വിവരം വന്നു. മതപണ്ഡിതന്മാർ പറയുന്നതനുസരിച്ചുള്ള ചെറിയ വൃത്തത്തിൽ കിടന്ന് ജീവിക്കേണ്ടവരല്ല തങ്ങളെന്ന് കുട്ടികൾക്ക് ബോധ്യമായി. അതുകൊണ്ട് പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു, ആഘോഷപൂർവ്വം ഓണത്തെ വരവേൽക്കുന്നു, കോളേജുകളിൽ അടിച്ചു പൊളിക്കുന്നു. അങ്ങനെ നിരവധി റീലുകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ ഒരു മതപരമായ വിഷയം ഒരു തർക്കം എന്ന നിലയിൽ മുസ്ലിം മതപണ്ഡിതന്മാർ കേരളത്തിൽ ഉന്നയിക്കുകയാണ്. ഹിജാബ് ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡാൻസ് കളിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധവും ഖുറാനിക അല്ല എന്നുമാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം. ഈ സമാനമായ നിലയിൽ ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ്. ആ ഹർജി കൊടുത്തിരിക്കുന്നത് +1 വിദ്യാർത്ഥിയാണ്. പ്രയാഗ്രാജിലുള്ള, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള പെൺകുട്ടിയാണ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. പെൺകുട്ടിയുടെ ആവശ്യം ഇതാണ്: പുതിയ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഈ യൂണിഫോം മാത്രമേ അനുവദിക്കുന്നുള്ളൂ, അല്ലാതെ ഹിജാബ് ധരിക്കാൻ അവിടെ അനുവാദമില്ല. താൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഹിജാബ് ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മതപരമായി എൻ്റെ വിശ്വാസമാണ്, ഈ വിശ്വാസം തുടർന്നും പാലിക്കാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പെൺകുട്ടിയുടെ ആവശ്യം. ഈ ഹർജി പരിഗണിച്ചത് ഡിവിഷൻ ബെഞ്ചാണ്. അലഹബാദ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ജസ്റ്റിസുമാരായ JJ മുനീർ, ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ +1 വിദ്യാർത്ഥിനിയുടെ ഹിജാബ് ധരിക്കണം, യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കണം എന്നുള്ള ഈ ഹർജി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഒരു നിർണായകമായ ഉത്തരവിട്ടിരിക്കുന്നു. അതായത് ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ ഭാഗം അല്ല എന്നാണ് ഹൈക്കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോമിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് പെൺകുട്ടിയുടെ ഇഷ്ടവും വിശ്വാസവും ഹിജാബ് ധരിക്കാനാണ്. എന്നാൽ ആ വിശ്വാസത്തെ പൊതുവായിട്ടുള്ള യൂണിഫോമിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വ്യക്തി എന്ന നിലയിൽ ഒരാൾക്ക് പറ്റില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഹിജാബ് ഇസ്ലാം മതത്തിന്റെ അനിവാര്യമായ ഒരു വിശ്വാസമാണ് എന്ന് തെളിയിക്കാൻ തക്ക വിധമുള്ള തെളിവുകളില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കാരണം ഹിജാബ് എന്ന് പറയുന്നത് കൃത്യമായി ധരിച്ചേ പറ്റുകയുള്ളൂ എന്ന് തെളിയിക്കാൻ തക്ക വിധമുള്ള തെളിവുകളില്ല എന്ന് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, അത് സ്വന്തം വിശ്വാസം അനുസരിച്ചല്ല യൂണിഫോം ധരിക്കേണ്ടത്. യൂണിഫോമിന്റെ ഉദ്ദേശം തന്നെ തുല്യത വളർത്തുക എന്നുള്ളതാണ്. ഞാനും എൻ്റെ സഹപാഠിയും തുല്യരാണ് എന്നുള്ള ബോധം ഒരാളിൽ, ഒരു കുട്ടിയിൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടേക്ക് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ചിഹ്നം കൊണ്ടുവരിക എന്ന് പറയുന്നത്, അത് ഏതു മതത്തിൻ്റെ ആയിക്കോട്ടെ, അവിടെ മതപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ യൂണിഫോമിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം യൂണിഫോം ഏർപ്പെടുത്തുന്നത് തന്നെ തുല്യതാബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ ഒപ്പം നിൽക്കുന്നയാളും തുല്യരാണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് എന്ന് കൊച്ചു മനസ്സുകളിൽ ഉള്ള ഒരു ബോധം ഉദിക്കും. അതുകൊണ്ട് യൂണിഫോമിന് വിരുദ്ധമാണ് ഹിജാബ് എന്ന നിലയിലാണ് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല, ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപായി ഈ പെൺകുട്ടി പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെ ഞാൻ നിർബന്ധമായും ഹിജാബ് ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ സ്കൂൾ മാറി ഇപ്പോൾ +1 വന്നപ്പോൾ പുതിയ സ്കൂളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസ ആചാരങ്ങൾ അതേപടി തന്നെ 10ാം ക്ലാസ് വരെ എങ്ങനെയാണോ ഞാൻ പഠിച്ചത്, ഞാൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്തത്, അതേപോലെ തന്നെ +1നും സാധ്യമാക്കണം എന്നാണല്ലോ പെൺകുട്ടിയുടെ ആവശ്യം.
അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇത്തരമൊരു ആവശ്യം കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രധാനം, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വാചകമടിയല്ലോ കോടതിയുടെ ഒരു ഉത്തരവിന്റെ പ്രധാനമായിട്ട് കോടതി എടുക്കുക. കോടതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തെളിവുകളാണ്. അപ്പോൾ കോടതി പെൺകുട്ടി പഠിച്ച ഈ പറയുന്ന 10ാം ക്ലാസ് വരെയുള്ള ഫോട്ടോകൾ എടുത്തു നോക്കിയപ്പോൾ ആ ഫോട്ടോകളിൽ ഈ പെൺകുട്ടി ഒഴികെ മറ്റാരും തന്നെ ഹിജാബ് ധരിച്ചിട്ടില്ല. ആ സ്കൂളിൽ അങ്ങനെ ഹിജാബ് ധരിച്ചതിനെ എതിർത്ത ഒരു മാനേജ്മെന്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടിക്ക് അങ്ങനെ ധരിക്കേണ്ടി വന്നത്. അപ്പോൾ കോടതി പറയുന്ന ഒരു കാര്യം, ആ സ്കൂള് ഹിജാബ് ധരിക്കാൻ അനുവാദം നൽകി എന്നതിൻ്റെ പേരിൽ മാത്രം ഈ സ്കൂളും, അതായത് പെൺകുട്ടി പുതിയതായി ചേർന്ന ഈ സ്കൂളും അതേപോലെ തന്നെ അനുമതി നൽകണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പണ്ടത്തെ സ്കൂളിലെ ഈ സ്കൂളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്കൂളിൽ ഇത് അനുവദിച്ചുവെങ്കിൽ അതേ അനുവാദം തന്നെ ഈ സ്കൂളും നൽകണമെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയോ നിയമത്തിന്റെ പിന്തുണയോ ഇല്ല. അതാണ് കോടതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോടതി പറയുന്നത് യൂണിഫോം എന്ന് പറയുന്നത് കുട്ടികളിൽ ഒരുമയുണ്ടാക്കാനായി അല്ലെങ്കിൽ തുല്യത ഉറപ്പാക്കാനായി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അവിടേക്ക് മതപരമായിട്ടുള്ള ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമല്ല, മതപരമായി നിർബന്ധമല്ല. അങ്ങനെ മതപരമായി നിർബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ തക്ക തെളിവുകളുമില്ല. അതുകൊണ്ട് ഹിജാബ് ധരിക്കുക, യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.